എല്ലാവർക്കും നമസ്കാരം. PG ഉള്ള വനിതകൾക്ക് മികച്ച ഒരു അവസരമാണ് CDPO, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ എന്ന് പറയുന്നത്, അല്ലെ, ശിശു വികസന പദ്ധതി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ CDPOയെ കുറിച്ച് ഇതിനോടകം തന്നെ നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടായിരിക്കും. CDPOയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും, അല്ലെങ്കിൽ ഈ വർഷം പരീക്ഷ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇതിനോടകം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇന്നൊരു ഫൈനലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു തീരുമാനം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. CDPOയുടെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, അല്ലെങ്കിൽ എപ്പോൾ പ്രതീക്ഷിക്കാം നമുക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു CDPO സ്ത്രീകൾക്ക്, അല്ലെ, വനിതകൾക്ക് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. വനിതകൾക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നത്. അതൊരു ഗസറ്റഡ് പോസ്റ്റ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം, അല്ലെ. ഇനി എക്സാം നമ്മൾ പറഞ്ഞല്ലോ, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ആണ്. ആ എക്സാം എന്ന് പറയുന്നത് PSC നടത്തുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നതെന്നറിയോ? അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ജനറലായിട്ട് എല്ലാ വിഭാഗക്കാർക്കും വേണ്ടിയുള്ള ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ വരുന്നത് 2020. ഓക്കെ, അതിനുശേഷം 2022 SC/ST വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരു NCA നോട്ടിഫിക്കേഷൻ വേറെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നിങ്ങൾ നോക്കണ്ട, ജനറൽ റിക്രൂട്ട്മെന്റ് 2020 വന്നത്. ഇതിനു മുമ്പ് നമ്മൾ ICDS സൂപ്പർവൈസറിന്റെ ഒക്കെ റിസൾട്ട് വന്നപ്പോൾ 1ാം റാങ്ക് അടക്കമുള്ള മികച്ച റാങ്കൊക്കെ നമുക്ക് എൻട്രിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ICDS പോലെ തന്നെ കുറച്ചുകൂടി ഒരു നല്ല സാമൂഹിക പദവിയുള്ള ഒരു ജോബ് റോള് തന്നെയാണ് CDPOയുടേതും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, കുറേ അധികം ആളുകൾക്ക് ഈ പരീക്ഷയെക്കുറിച്ച് അറിവുണ്ടാവില്ല. ഈ ക്വാളിഫിക്കേഷൻ ഉള്ള പലരും ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PG ആണ്. എല്ലാ PGയും പോസ്റ്റ് ഗ്രാജുവേഷൻ, ഏത് സബ്ജക്റ്റിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ? പറ്റില്ല. പ്രത്യേക ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, MSW സോഷ്യൽ വർക്കിൽ PG ഉണ്ടാവുക, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഹോം സയൻസ്, അല്ലേ, ഹോം സയൻസിൽ PG ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യോളജിയിൽ PG ഉണ്ടാവുക, അല്ലെങ്കിൽ സൈക്കോളജിയിൽ PG ഉണ്ടാവുക. MSW അല്ലെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി, ഹോം സയൻസ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് CDPOയുടെ യോഗ്യത എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് സോഷ്യൽ വർക്കിൽ PG ഡിപ്ലോമ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് പറയുന്ന പരീക്ഷയ്ക്ക് CDPO എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ PG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ MSW, മാസ്റ്റേഴ്സ് ഇൻ ഹോം സയൻസ്, സോഷ്യോളജി ആൻഡ് സൈക്കോളജി, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാണ്? 2020 ഡിസംബർ 23 കൃത്യം 6 വർഷം ആവുന്നു, അല്ലേ? 5 വർഷം കഴിഞ്ഞു, 6 വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അന്ന് വന്ന കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം, 196/2020 എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, വനിതാ ശിശു വികസന ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമുക്ക് ജോലി കിട്ടാൻ പോകുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയുന്നുണ്ട്, വിമൻ ഒള്ളി, അല്ലെ, സ്ത്രീകൾക്ക് മാത്രമുള്ള പോസ്റ്റാണ് ഇത് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഞാൻ പറഞ്ഞല്ലോ, 2020 ജനറൽ നോട്ടിഫിക്കേഷൻ വന്നു, 2022 SC/ST വിഭാഗക്കാർക്ക് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രധാനമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാലറി സ്കെയിലായിരുന്നു. 2020 ലാസ്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 35,700 രൂപ മുതൽ 75,600 രൂപ വരെ ആയിരുന്നു CDPOയുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. എന്നാൽ 2022 വന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, 16/8/2022 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. 326/2022 എന്നുള്ളതായിരുന്നു കാറ്റഗറി നമ്പർ. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ CDPO. നമ്മൾ പറഞ്ഞല്ലോ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ വിമൻ കാൻഡിഡേറ്റ്സ് ഫ്രം ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, SC/ST വിഭാഗക്കാരിലെ വനിതകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. നിങ്ങൾ അതിന്റെ സാലറി സ്കെയിൽ കണ്ടോ? 50,200 രൂപ മുതൽ 1,05,000
2300 രൂപ വരെ, അതായത് 2 വർഷം കഴിഞ്ഞപ്പോൾ 2020 നിന്ന് 22 വന്നപ്പോൾ സാലറി സ്കെയില് ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്തുള്ള വർധനവാണ് സാലറി സ്കെയിലിൽ ഉണ്ടായത്. അവിടെ അടിസ്ഥാന ശമ്പളം 30,000-നും 35,000-ത്തിനൊക്കെ ഇടയിലായിരുന്നെങ്കിൽ ഇവിടെ അടിസ്ഥാന ശമ്പളം 50,000-ത്തിന് പുറത്തു പോകുന്നു അല്ലെ. ഏകദേശം ഒരു 15,000 to 20,000 രൂപയുടെ വ്യത്യാസം അവിടെ ഉണ്ടായി. അപ്പോൾ ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ശ്രദ്ധ ആകർഷിക്കേണ്ടത് അവിടെയാണ്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? സാലറി സ്കെയിൽ, അതിൻ്റെ പാക്കേജ് വളരെ നല്ല മികച്ച ഒരു സാലറി സ്കെയിലാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിന് വനിതകൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞ പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളിലുള്ള വനിതകൾക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ അവസരങ്ങൾ ഒരുപാടാണ്. കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നിങ്ങൾ ഇനി പഠിക്കുന്നില്ല, ഇപ്പോൾ സൈക്കോളജിയിലൊക്കെ PG ഒക്കെ എടുത്തവരാണ്, അല്ലെ സോഷ്യോളജിയിൽ PG ഉള്ളവരാണെങ്കിൽ വെറുതെ ഇതിനൊന്നും വയ്യ പഠിക്കുന്നില്ല എന്ന് കരുതി ഇരിക്കരുത്. നല്ല ഒരു അവസരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ചോദ്യം. 2020 നടന്ന പരീക്ഷ, 2020 നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 35,700 തൊട്ട് 75,600 വരെയുള്ള സാലറി സ്കെയിൽ പറഞ്ഞുകൊണ്ട് 196/2020 എന്ന് പറയുന്ന കാറ്റഗറി നമ്പരോടുകൂടി 2020 വന്ന നോട്ടിഫിക്കേഷൻ, അതിൻ്റെ പരീക്ഷ നടന്ന് അതിൻ്റെ വെരിഫിക്കേഷനും ഇൻ്റർവ്യൂ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 8/2/2024, അതായത് 2024 ഫെബ്രുവരി 8-നാണ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറിന്റെ ഏറ്റവും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. നമുക്കറിയാം PSCയുടെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 ഫെബ്രുവരിയിൽ വന്നെങ്കിൽ 2027 ഫെബ്രുവരി വരെ എന്തുണ്ട്? ഈ ലിസ്റ്റിന്, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറുടെ നിലവിലുള്ള ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഈ ലിസ്റ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ ലിസ്റ്റ് വന്നിരിക്കണം എന്നൊരു റൂളും നിലവിൽ PSCക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ 2026-ലാണ് നിൽക്കുന്നത്. 27 ഫെബ്രുവരിയിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അപ്പോൾ ഏകദേശം 1 വർഷത്തിനുള്ളിലേ നമുക്കുള്ളൂ. ഇപ്പം നമ്മൾ മെയ് മാസത്തിലാണ് നിൽക്കുന്നത്. ഫെബ്രുവരി ആകാൻ ഇനി അധികം സമയമുണ്ടോ? ഇല്ല, 1 വർഷം തികച്ച് നമുക്കില്ല. സോ ഇതിനുള്ളിൽ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തി ബാക്കിയുള്ള പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? 2026 ഈ വർഷം തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? CDPOയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാമെന്നല്ല, അത് ഏറെക്കുറെ ഉറപ്പാണ്. ഈ വർഷം CDPOയുടെ നോട്ടിഫിക്കേഷൻ വരും, തീർച്ചയാണ്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ഭാരിച്ച പണിയൊന്നുമില്ല. ഈ പറഞ്ഞ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി, സോഷ്യോളജി, ഹോം സയൻസ്, അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ MSW ഈ യോഗ്യതയൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ CDPOയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത് CDPOയുടെ സിലബസിനെ കുറിച്ചാണ്. ICDSന്റെ പരീക്ഷ ലാസ്റ്റ് ഇയർ നടന്നപ്പോൾ അവിടെ സിലബസിൽ ചെറിയ ചില അഡീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചില മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് CDPOയിലും പ്രതീക്ഷിക്കാം. പക്ഷേ ഉറപ്പായിട്ടില്ല കേട്ടോ. അത് നമുക്ക് PSCയുടെ ഭാഗത്ത് നിന്ന് ക്ലാരിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലുള്ള സിലബസ് ഇങ്ങനെയാണ്. 4 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സോഷ്യോളജിയാണ്, മറ്റൊന്ന് സോഷ്യൽ വർക്കാണ്, പിന്നെ ഒന്നുള്ളത് സൈക്കോളജിയാണ്, പിന്നെ ഒന്നുള്ളത് ഹോം സയൻസ് ആണ്. 4 വിഭാഗങ്ങളിൽ നിന്നും 25 വീതം മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സൈക്കോളജിയൊക്കെ നിങ്ങൾ ICDSന്റെ സിലബസുമായിട്ട് വെച്ച് വേണം പഠിക്കാനായിട്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ICDSന്റെ സിലബസ് നോക്കുക. അതിലെ സൈക്കോളജിയുടെ ഒക്കെ പോർഷൻ ഏറെക്കുറെ ഇതുമായിട്ട് സെയിം ആകാൻ ചാൻസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ എന്തായാലും മാസങ്ങൾക്കുള്ളിൽ വരുമെന്ന് നമുക്കറിയാം. സിലബസിനെ കുറിച്ചൊരു ധാരണ നമുക്ക് തന്നു. സോ കയ്യിലുള്ള ഓൾറെഡി ഉള്ള സിലബസ് വെച്ച് നമ്മൾ പഠനം ആരംഭിക്കുക. സിലബസ് മാറിയാലും വലിയ മാറ്റങ്ങളൊന്നും വരില്ല. ചില പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ PG ഉള്ളവർക്ക്, സ്ത്രീകൾക്ക് സ്വയം ഒരു നല്ല സാമൂഹിക പദവിയിലേക്ക് എത്താൻ കഴിയുന്ന, ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താൻ കഴിയുന്ന നല്ല ഒരു അവസരമാണ് CDPO എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻട്രിയിൽ CDPOയുടെ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാം. മറക്കണ്ട, കഴിഞ്ഞ ICDS പരീക്ഷയിൽ 1ാം റാങ്ക് അടക്കമുള്ള മികച്ച റാങ്കുകളൊക്കെ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമായിരുന്നു. അടുത്ത CDPO റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കും അത്തരത്തിലൊക്കെ എത്തപ്പെടാം. സോ പെട്ടെന്ന് തന്നെ
നോക്കുക. കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ ഉണ്ടാകും, അല്ലെങ്കിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ലിങ്ക് ഉണ്ടാകും. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. വീണ്ടും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്